ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാ മദ്യം നിർത്തിയത്? നിയമം കൊഴിയ വഴിയല്ല, ഒരൊറ്റ പ്രസംഗമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിച്ചു പോയാൽ ആഖിറത്തിൽ സ്വർഗത്തിൽ കടന്നാൽ അല്ലാഹു അവിടെ നിങ്ങൾക്ക് കള്ളു കുടിക്കുന്നത് ഹറാമാക്കി കളയും. അതുകൊണ്ട് ദുനിയാവിലെ കള്ളു കുടിക്കുന്നവന് ആഖിറത്തിൽ കള്ളു കിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനം കേട്ടപ്പോ മദ്യത്തിന്റെ കുപ്പി കയ്യിലുണ്ടായിരുന്നവർ നിലത്തിട്ടു. എന്തിനധികം കള്ളുകുടിച്ചിട്ട് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു ഇസ്ലാം മദ്യം നിരോധിക്കുന്നതിന് മുമ്പേ. ഞാനിവിടെ പരാമർശം നടത്തിയ സയ്യിദുനാ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ മദ്യം നിരോധിക്കപ്പെടാത്തൊരു കാലഘട്ടത്തിൽ മുഴുക്കുടിയനായിരുന്ന ആളായിരുന്നു. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് കള്ളുകുടിച്ച കഥ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. 3 ഘട്ടങ്ങളായിട്ടാണ് മദ്യപാനം ഇസ്ലാം നിരോധിച്ചത്. ആദ്യം ഖുർആനിൽ അല്ലാഹു പറയുന്നു, മദ്യം കുടിക്കുന്നതിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഉപകാരമുണ്ട്, അതിനേക്കാൾ ഉപദ്രവമുണ്ട്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ വലിയ വിഭാഗം ആളുകളും മദ്യത്തിൽ നിന്ന് മാറി നിന്നു. പിന്നീട് മദ്യം നിരോധിക്കുന്നത് എപ്പോഴാണ്? ഒരു കൂട്ടം സഹാബത്ത് കല്ലുകുടിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നു. മഗ്രിബ് നമസ്കാരത്തിന് ഇമാമ് നിന്നൊരു സഹാബി പരിശുദ്ധ ഖുർആൻ തെറ്റായി കൊണ്ട് ഓതുകയാണ്. ഓതുന്നത് എന്താണ്? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ അഅ്ബുദു മാ തഅ്ബുദൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നുള്ളിടത്ത് അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നോദിയപ്പോൾ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആശയം മുഴുവൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. എന്താണ് അതിന്റെ അർത്ഥം? ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ബഹുദൈവ വിശ്വാസികളായ ആളുകളെ, അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്ന സകല ദൈവങ്ങൾക്കും ഞങ്ങളും ആരാധിക്കുന്നു. പിന്നെ ഇസ്ലാമിൽ വ്യത്യാസമുണ്ടോ? ഇവിടെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്നായാലോ, നിങ്ങൾ ആരാധിക്കുന്ന ഒരു ദൈവത്തിനും ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ് എന്ന യഥാർത്ഥ കലിമത്തു തൗഹീദിന്റെ ആശയത്തിൽ കട്ട് ചെയ്തുകൊണ്ട് മദ്യപിച്ച് സഹാബത്ത് മത്തുമറന്നുകൊണ്ട് ഓതിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതുന്നത് കേട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഇന്ന് മഗ്രിബ് നമസ്കാരത്തിന് സഹാബത്ത് മദ്യം കുടിച്ചുകൊണ്ട് പള്ളിയിൽ സൂറത്തുൽ വദാഇ എന്ന സൂറത്ത് ഓതിയത് തെറ്റാണ്. അവിടെ ലാമ് കട്ടുകൊണ്ടാണ് ഓതിയിരിക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ വാക്ക് കേട്ട റസൂലുള്ള ദുആ ചെയ്തു, തമ്പുരാനെ, മദ്യത്തിന് അവസാനമായൊരു നിയമം ഇറക്കി തരണേ. അപ്പോഴാണ് ആകാശത്തുനിന്ന് ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നത്, വലാ തഖറബുസ്സലാ വഅൻതും സുകാറാ, നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മദ്യപിച്ചുകൊണ്ട് വരാൻ പാടില്ല. നിസ്കാരത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കാൻ പാടില്ല. സഹാബത്ത് പിന്നെ നിസ്കരിക്കുമ്പോൾ മദ്യപിച്ചില്ല. പക്ഷേ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ മദ്യഷാപ്പിലായി. സഹാബത്തിന്റെ കൂട്ടത്തിൽ പലരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്ന് മൂന്നാമതും പറഞ്ഞു, നബിയേ, കള്ളുഷാപ്പിൽ സഹാബത്തിന്റെ നീണ്ട നിര കാണുകയാണ്, അതുകൊണ്ട് മദ്യം പറ്റ നിരോധിക്കുന്ന സംവിധാനം വരണം. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം വന്നുപോയി. ജിബ്രീൽ എന്ന മലക്ക് ഇറങ്ങിക്കൊണ്ട് അല്ലാഹുവിന്റെ സന്ദേശം കൊടുത്തത് എങ്ങനെയാണ്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. ചീട്ട് ഹറാമാണ്, കള്ള് ഹറാമാണ്, മദ്യം ഹറാമാണ്, മുഴുവൻ അല്ലാഹു നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറയാണ്, അബൂബക്കറേ, ഞാൻ മദ്യപിച്ചിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ജിബ്രീൽ എന്ന മലക്ക് ആയത്ത് ഓതി കേൾപ്പിച്ചത് ഞാൻ അറിഞ്ഞിരിക്കുകയാണ്. വായന്റെ അകത്തേക്ക് കയ്യങ്ങ് കടത്തിയിട്ട് കുടിച്ച കല്ല് മുഴുവനും സിദ്ദീഖുൽ അക്ബറിന്റെ മുമ്പിൽ ഛർദ്ദിച്ചു പോയി ആ സഹാബി. വേറെ ചില സഹാബത്ത് എന്ത് ചെയ്തു? തന്റെ കയ്യിലുള്ള ആയുധം കൊണ്ട് നേരെ ഇറങ്ങി മദീനയുടെ തെരുവില് അവർ സ്ഥാപിച്ച കല്ല് ഷാപ്പുകളൊക്കെ അടിച്ചുടച്ചു, കല്ലിന്റെ വീപ്പക്കുറ്റികൾ തച്ചുടച്ചു. ചരിത്രകാരകന്മാര് രേഖപ്പെടുത്തി വെച്ചു, മദീനയുടെ അഴുക്കുകാലിലൂടെ അന്നാണ് കല്ലിന്റെ പുഴ ഒലിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടുപോയത്. 24 മണിക്കൂറിന്റെ ഉള്ളില് മദീന എന്ന് പറയുന്ന രാജ്യം സമ്പൂർണ്ണ മദ്യ നിരോധന രാജ്യമായി അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിച്ചു.
എന്ന് മാത്രമല്ല റസൂലുള്ളാഹിന്റെ മരണം വരെ, വഫാത്ത് വരെ പിന്നീട് ഒരാളും മദീനയിൽ കള്ളു കുടിച്ചില്ല. സത്യസന്ധമായ റിപ്പോർട്ടാണ് മക്കളെ. ഈ റെക്കോർഡ് ലോകത്ത് ഭേദിക്കാൻ ഒരു ശക്തിക്കും, ഒരു മതത്തിനും, ഒരു ഇസത്തിനും, ഒരു പ്രസ്ഥാനത്തിനും, ഒരു രാഷ്ട്രത്തിനും, ഒരു സംഘടനയ്ക്കും സാധ്യമല്ല. അല്ലാഹുവിന്റെ റസൂൽ ലോകത്ത് സമ്പൂർണ്ണ മദ്യനിരോധന രാജ്യം എങ്ങനെ നടപ്പാക്കാമെന്ന് കാണിച്ചു കൊടുത്തു. ഇസ്ലാം വെറുതെ വാക്കുകൊണ്ട് പറയുന്ന മതമല്ല, പ്രാക്ടിക്കലായി അത് കാണിച്ചു കൊടുക്കും കേട്ടോ. വിശ്വാസം മാത്രമല്ല ഇസ്ലാമിൽ, ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇസ്ലാം കാര്യം എന്താ? അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ. ഈമാൻ കാര്യം എന്താ? വിശ്വസിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളും വിശ്വസിക്കേണ്ട കാര്യം ഇസ്ലാമിൽ പറയുന്നതാണ്. കേവലം ഒരു വിശ്വാസം മാത്രമല്ല ഇസ്ലാം. ഞാൻ പറഞ്ഞു